ജീവിത മൂല്യങ്ങളാണ് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. കെനിയൻ അത്ലറ്റ് ആബേൽ മുത്തായും സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസും ഒരു അന്താരാഷ്ട്ര ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഓടുകയായിരുന്നു. ഫിനിഷിംഗ് ലൈനിൻ്റെ സൈനേജ് തിരിച്ചറിയുന്നതിൽ വന്ന പിശക് കാരണം താൻ ഒന്നാമതെത്തിയെന്ന് വിചാരിച്ച് ആബേൽ ഫിനിഷിംഗ് പോയിന്റിന് മുൻപ് ഓട്ടം നിർത്തി. എന്നാൽ തൊട്ടു പിന്നാലെ ഓടി വന്ന ഇവാൻ ഫെർണാണ്ടസ് ആബേലിൻ്റെ പിശക് മനസ്സിലാക്കി ആബേലിനോട് ഓട്ടം തുടരാൻ വിളിച്ചു പറഞ്ഞു. സ്പാനിഷ് ഭാഷ അറിയാഞ്ഞതിനാൽ ആബേലിന് കാര്യം മനസ്സിലായില്ല. ഓട്ടം തുടർന്നതുമില്ല. അതിനാൽ പിന്നാലെ വന്ന ഇവാൻ ആബേലിനെ പുറകിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് പോയിന്റിലെത്തിച്ചു. ഇത് കണ്ട് കാഴ്ചക്കാർ അമ്പരന്നു. ഒരു പത്രപ്രവർത്തകൻ ഇവാനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ആബേലിനെ വിജയത്തിലേക്ക് തള്ളിവിട്ടത്? അല്ലായിരുന്നുവെങ്കിൽ ഈ വിജയം താങ്കൾക്ക് ലഭിക്കുമായിരുന്നില്ലേ? അതിന് ഇവാൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. വിജയത്തിൻ്റെ പാതയിലായിരുന്ന ആബേലിൻ്റെ ഒരു ആശയക്കുഴപ്പം കാരണം വിജയം നേടുവാൻ എനിക്ക് എന്ത് യോഗ്യത? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ എന്തു വിചാരിക്കുമായിരുന്നു? എങ്ങനെയും വിജയിക്കുക, അതാണ് മിക്കവരുടെയും ലക്ഷ്യം. അന്ന് ഒന്നാം സ്ഥാനം ഇവാൻ നേടിയിരുന്നെങ്കിൽ ലഭിക്കാമായിരുന്ന ബഹുമതിയേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് ഈ രണ്ടാം സ്ഥാനത്തിൻ്റെ ബഹുമതി. ജീവിത മൂല്യങ്ങളാണ് ഏതൊരു മനുഷ്യനെയും ശ്രേഷ്ഠനാക്കുന്നത്. മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൽ തോൽവി സംഭവിച്ചാലും മൂല്യങ്ങളെ ത്യജിച്ചുള്ള വിജയത്തേക്കാൾ ആ തോൽവി ശ്രേഷ്ഠമല്ലേ? ആ തോൽവിയുടെ മാധുര്യം ഒന്ന് വേറെ. ഇവാൻ മൂല്യബോധമുള്ളവനായി തീർന്നതിൽ അവൻ്റെ മാതാവിൻ്റെ സ്ഥാനം ഇവിടെ വ്യക്തമാണല്ലോ. കുഞ്ഞുങ്ങൾ മൂല്യബോധമുള്ളവരായി വളരുന്നതിൽ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്ഥാനം അദ്വിതീയമാണ്. എങ്ങനെയും വിജയിക്കുവാൻ ശ്രമിക്കുന്നവരല്ല, സത്യസന്ധതയുള്ളവരായി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയം. സത്യസന്ധതയുടെ ഫലമാണ് വിജയം. സ്ഥാനമാനങ്ങളോ പൊതുജനങ്ങളുടെ അംഗീകാരമോ അല്ല നമ്മെ വിജയികളാക്കുന്നത്. ജീവിത വിശുദ്ധിയാണ്, ജീവിത മഹത്വമാണ്. സഹപ്രവർത്തകരുടെയോ കൂടെ മത്സരിക്കുന്നവരുടെയോ യോഗ്യത മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും കഴിയുന്നത് ജീവിത മഹത്വമാണ്. സഹപ്രവർത്തകർക്ക് പ്രമോഷൻ ലഭിച്ചതിൽ കേസ് കൊടുത്ത് അത് സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്ന അനേകം ആളുകളുണ്ട്. ധാരാളം ന്യായങ്ങൾ അവർക്കുണ്ട്. എന്നാൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയുന്നത് എത്ര ശ്രേഷ്ഠം! ഇതെല്ലാം ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ സാധ്യമാവൂ. ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാനും തലമുറയെ ജീവിത മൂല്യമുള്ളവരായി വളർത്തുന്നതിനും മറ്റുള്ളവരുടെ യോഗ്യത അംഗീകരിക്കുവാനും നമുക്ക് സാധ്യമാവട്ടെ.